പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ടാണ് മറ്റുള്ളവർ നമ്മെ പള്ളു പറയാത്തത്, നമ്മെ ഉപദ്രവിക്കാത്തത്, നമ്മുടെ മഹത്വം കൊണ്ടാണ്, നല്ല സ്വഭാവം കൊണ്ടാണ് മറ്റുള്ളവർ നമ്മെ അപമാനിക്കാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. മറ്റുള്ളവരുടെ ബഹുമാനവും സ്നേഹവും ഒക്കെ കാണുമ്പോൾ നമ്മുടെ സ്വഭാവ വിശിഷ്ട്യം കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മളെ തന്നെ പുകഴ്ചയായി ചിന്തിച്ചേക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മോട് അരുളി ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, എന്നാൽ ദൈവം മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ ആരും അറിഞ്ഞിരുന്നില്ല ദൈവം അവർക്കും മിസ്രയീമ്യർക്കും ഇടയിൽ ഒരു വ്യത്യാസം കൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത്. എന്ത് വ്യത്യാസമാണ് ദൈവം കൽപ്പിച്ചിട്ടുള്ളതെന്ന് മനുഷ്യർക്ക് തിരിച്ചറിയുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ, ദൈവം നമ്മെ രക്ഷിക്കുമ്പോൾ, ദൈവം നമ്മെ തൻ്റെ മക്കളാക്കി സ്വീകരിക്കുമ്പോൾ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ നാം യോഗ്യരായിത്തീരുമ്പോൾ ദൈവം നമുക്കൊരു വ്യത്യാസം വയ്ക്കുന്നുണ്ട്. ലോക മനുഷ്യർ കണ്ടാൽ നായ്ക്കളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ നമ്മെ കാണുമ്പോൾ നമ്മൾ ദൈവമക്കളാണെന്ന് അവർ തിരിച്ചറിയേണ്ടതിന് നാം അറിയാത്ത ഒരു വ്യത്യാസം ദൈവം നമ്മളുടെ മുഖപ്രകാശത്തിൽ വയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പലപ്പോഴും പല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ ഒഴിഞ്ഞു പോകുന്നത്. അനേക ഉപദ്രവങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ദൈവം നമുക്ക് വ്യത്യാസം കൽപ്പിച്ചിരിക്കുന്നു. നാം അറിയാത്തൊരു വ്യത്യാസം. മനുഷ്യന്റെ മുൻപിൽ മോശയോടും അഹ്റോനോടും ഇസ്രായേൽ ജനത്തോടും ദൈവം എന്ത് വ്യത്യാസമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ഒരിക്കലും അവരോട് ദൈവം പറഞ്ഞില്ല. എന്നാൽ നമ്മളെ വ്യത്യസ്തരായി കാണുന്നത് ഒരുപക്ഷെങ്കിൽ നമ്മൾ ഒരു വെള്ള ഉടുപ്പിട്ടത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ആരാധനയിൽ നാം ഉൾപ്പെട്ടു നിൽക്കുന്നത് കൊണ്ടോ, വിശേഷമായ ഏതെങ്കിലും ഒരു ഉപദേശത്തെ നാം അനുധാവനം ചെയ്യുന്നത് കൊണ്ടൊക്കെ നമ്മൾ ചിന്തിച്ചേക്കും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. നോ, അതല്ല. ദൈവം വെച്ചിരിക്കുന്നതായ ഒരു നിയമം അല്ലെങ്കിൽ ഒരു വ്യത്യാസം മനുഷ്യരോട് ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല, ദൈവം വെളിപ്പെടുത്തുന്നില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര അനിഷ്ടമായ കാര്യങ്ങളിൽ നിന്ന്, എത്രമാത്രം ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് ഒരു തലനാരിഴയ്ക്ക് പലപ്പോഴും നമ്മൾ തെറ്റി ഒഴിഞ്ഞു പോകുന്നില്ലേ? അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളുടെ, അല്ലെങ്കിൽ നാം ചെന്നുപെടാവുന്നതായ അനർത്ഥങ്ങളെങ്കിൽ ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ദൈവം അല്പത്തിന് നമ്മെ തെറ്റി ഒഴിക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ മുൻപിൽ ദൈവം എന്തോ നമ്മെക്കുറിച്ച് കൽപ്പിച്ചിട്ടുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടും. ദൂതന്മാരാൽ ചിലതൊക്കെ മറ്റുള്ളവരോട് ദൈവം നമ്മെക്കുറിച്ച് സംസാരിപ്പിക്കുന്നുവോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോ. അത്രമാത്രം നാം അർഹിക്കാത്തതായ ഒരു സുരക്ഷ, ഒരു സംരക്ഷണം ദൈവവചനത്തിന്റെ കീഴിൽ ദൈവത്തിലുള്ള ആശ്രയത്താൽ ദൈവത്തിൽ നാം ദൈവമക്കളായി തീരുന്നതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നു. അതാണ് രക്ഷയുടെ സന്തോഷം. ഈ ഭൂമിയിൽ വെച്ച് അതാണ് നമുക്ക് കിട്ടുന്നതായ വലിയൊരു ഭാഗ്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ദൈവവചന നിമിത്തമായി, കർത്താവിൻ്റെ നാമം നിമിത്തമായി പലപ്പോഴും നാം ഉപദ്രവിക്കപ്പെടാറുണ്ട്, നാം ശിക്ഷിക്കപ്പെടാറുണ്ട്, നാം പല ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ അനിഷ്ടമായിട്ടുള്ള വൈഷമ്യ ഘട്ടങ്ങളിലൊക്കെയും നമ്മൾ ചെന്നുപെടാറുണ്ട്. അതൊക്കെയും കർത്താവിൻ്റെ നാമം നിമിത്തമാണെങ്കിൽ ആ പാതയൊക്കെയും ദൈവം നമുക്ക് വേണ്ടി നേരത്തെ പദ്ധതിയിട്ട് ഒരുക്കുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ പരീക്ഷയോടുള്ളതായ ഒരു സഹനം നമ്മളിൽ ഭാഗ്യമുണ്ടാക്കേണ്ടതിന് വേണ്ടി, അങ്ങനെയുള്ള ഒരു സഹനശക്തി വളർത്തിയെടുക്കുവാൻ ദൈവം പലപ്പോഴും പല പരീക്ഷകളിൽ കൂടെ നമ്മെ കൊണ്ടുപോകും. എന്നാൽ ഇവിടെ നോക്കൂ, ഇസ്രായേൽ ജനങ്ങൾക്ക് ധാരാളം പരീക്ഷകൾ ഉണ്ടായിരുന്നു. ആ പരീക്ഷയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മിസ്രയീമ്യരുടെ അടിമത്തരത്തിൽ നിന്ന് കർത്താവ് അവരെ രക്ഷിക്കുന്നതിന് മുൻപ്
ദൈവം അവർക്കും അവരുടെ മൃഗങ്ങൾക്കും അവരുടെ സമ്പത്തിനൊക്കെയും ദൈവം സംരക്ഷണ വലയം സൃഷ്ടിച്ചു. എന്താണ് സംരക്ഷണ വലയം? അവർക്കും മിസ്രയീമ്യർക്കും ഇസ്രായേലിയരെയും കണ്ടാൽ തിരിച്ചല്ലെങ്കിൽ ആ ശത്രുക്കൾക്ക് അവർക്ക് തിരിച്ചറിയുന്നതായ ഏതോ ഒരു ഭാഷ, ഏതോ ഒരു സംതിങ്, നമുക്കത് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. അത് ദൈവം തീരുമാനിക്കുന്ന വ്യത്യാസമാണ്, മനുഷ്യർ നിർവചിക്കുന്ന വ്യത്യാസമല്ല. ആ വ്യത്യാസം നമുക്ക് നമ്മുടെ ശരീരത്തിൽ കാണിക്കാൻ കഴിയില്ല. ആ വ്യത്യാസം നമ്മുടെ സംസാരത്തിൽ നമുക്ക് വ്യത്യാസം കാണിക്കാൻ കഴിയില്ല. പക്ഷെങ്കിൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ വ്യത്യാസം ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അതാത് സമയത്ത് നമ്മുടെ ജീവിത സരണികളിൽ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. ഒരു മൃഗങ്ങളുടെ മുൻപിൽ പോലും ദൈവം വ്യത്യാസം കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് വ്യത്യാസം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നതിന് അവൻ വ്യത്യാസം കൽപ്പിച്ചിരിക്കും, വയ്ക്കുന്നു. ആരാണ്? മനുഷ്യരാണോ ആ വ്യത്യാസം വെച്ചത്? ദൈവമാണ് വെച്ചത്. ദൈവം വയ്ക്കുന്നതായ വ്യത്യാസത്തെ മനുഷ്യർ തിരിച്ചറിയാൻ കഴിയുന്നില്ല, മനുഷ്യർക്ക് പഠിക്കാൻ കഴിയില്ല, മനുഷ്യർക്ക് അനുകരിക്കാൻ കഴിയില്ല, മനുഷ്യർക്ക് അതിനെക്കുറിച്ച് ഒരു പ്രസംഗം പോലും നടത്താൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അത്രയ്ക്ക് അഗാധമാണ് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ സൂക്ഷിപ്പ്, ദൈവത്തിന്റെ പരിരക്ഷണം, ദൈവത്തിന്റെ സ്നേഹം. ദൈവം നമ്മെ ലാളിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ കാരണം ദൈവം തോളിലേറ്റി കൊണ്ടുപോകുന്നതായ ഒരു കൂട്ടം ജനങ്ങളെ ദൈവം തീമതിലായി നിന്ന് സൂക്ഷിക്കുന്നു. എന്നാൽ ഈ തീമതിലായി നിന്ന ജനങ്ങളും പലപ്പോഴും പരീക്ഷിക്കപ്പെട്ട് പലപ്പോഴും ദുഃഖിതരായി, അവർ രോഗികളായി, അവർ ബലഹീനരായി, അവർ അനേക താഴ്ചകളിൽ പെട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദാവീദ് അവരെ കുറിച്ച് പറയുന്നത്, അവരുടെ താഴ്ചയിൽ അവർ ദൈവത്തെ നോക്കി നിലവിളിച്ചു, അവൻ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. നമുക്കൊരു താഴ്ച വരുമ്പോൾ, നമുക്കൊരു കഷ്ടങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് നിലവിളിക്കാൻ ഒരാളുണ്ടല്ലോ, ഒരപ്പനുണ്ടല്ലോ. നോക്കൂ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടെ അല്ലാത്തവരുടെ ഗതി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്കൊരു അഭയസ്ഥാനമുണ്ട്, നമുക്കൊരു പാറയുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ പോയി നിലവിളിക്കുമ്പോൾ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ദാനിയേൽ പല അനർത്ഥങ്ങളെക്കുറിച്ച് കേട്ടു. മേശക് അബേദ്നെഗോ പല അനർത്ഥങ്ങളെക്കുറിച്ച് അവർ കേട്ടു. അങ്ങനെ അനേക അനർത്ഥങ്ങളെക്കുറിച്ച് അവർ കേൾക്കുമ്പോൾ അവർ ചെയ്യുന്നത് അറിയാമോ? പെട്ടെന്ന് പോയി അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി അവർ ആ വിഷയം ദൈവസന്നിധിയിൽ വയ്ക്കുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹിതം നടത്തണം, ദൈവം വ്യത്യാസം വയ്ക്കണം, ദൈവജനത്തിനും ആ ലോക മനുഷ്യർക്കും തമ്മിൽ ദൈവം വയ്ക്കുന്ന വ്യത്യാസം വെളിപ്പെട്ടു വരട്ടെ എന്നവർ പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. തീക്ക്, അഗ്നിക്ക് മനസ്സിലായി ദൈവജനത്തിനുള്ളതായ വ്യത്യാസം എന്താണെന്ന് അഗ്നിക്ക് മനസ്സിലായി. സിംഹത്തിന് മനസ്സിലായി ദൈവവൈതലിന്റെ വ്യത്യാസം എന്താണെന്ന് സിംഹത്തിന് മനസ്സിലായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നിനക്ക് വ്യത്യാസം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും തിരിച്ചറിയാത്തതായ, എന്നാൽ അനേക സൃഷ്ടികൾ നിന്റെ വ്യത്യാസം തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവം അതിനോട് കൽപ്പനയിടുന്നു, ആജ്ഞയിടുന്നു. ദൈവം അത് വയ്ക്കുന്നു. ആ വ്യത്യാസം ആരുടെ കണ്ണിൽ പെടാതെ വണ്ണം ദൈവത്തിന്റെ ശ്രേഷ്ഠമായ ആ ദിവ്യ സ്വഭാവം, ആ പരിജ്ഞാനം കൊണ്ട് ദൈവം നമുക്കായിട്ട് അല്ലെങ്കിൽ ദൈവജനത്തിന് വേണ്ടി വ്യത്യാസം കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ബോധിപ്പിക്കുകയാണ്, നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നീ പല അനർത്ഥങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് നിന്റെ ബലം കൊണ്ടല്ല, നിന്റെ ജ്ഞാനം കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല. ദൈവം നിനക്ക് വ്യത്യാസം വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആ അനർത്ഥങ്ങൾ നിന്നെ കണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. നീ അനർത്ഥത്തിൽ നിന്ന് മാറുകയല്ല, അനർത്ഥങ്ങൾ നിന്നെ കണ്ട് ഒഴിഞ്ഞു മാറുന്നു. കാരണം ദൈവം വെച്ചിരിക്കുന്ന വ്യത്യാസത്തെ ഈ ലോകത്തിന്റെ പ്രകൃതി തിരിച്ചറിയുന്നു, ഈ ലോകത്തിലെ ഈ മൃഗങ്ങൾ തിരിച്ചറിയുന്നു, ഈ ലോകത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു. അവർക്ക് ആ ദൈവത്തിന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ നമുക്ക് അത് നമ്മുടെ കണ്ണിന് മറച്ചു കളയും. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മളിൽ അഹങ്കാരം വളരാതിരിക്കേണ്ടതിന്, നമ്മളിൽ ഉന്നതഭാവം വളരാതിരിക്കേണ്ടതിന് ദൈവം വയ്ക്കുന്നതായ വ്യത്യാസത്തെ ദൈവം മനുഷ്യന് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ഒരാത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു. അവൻ ദൈവത്താൽ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നുള്ളതായ ഒരു വ്യത്യാസം, ഒരു പ്രത്യാശ, ഒരു വിശ്വാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് അവന്റെ രക്ഷയ്ക്കായി, അവന്റെ സംരക്ഷണയ്ക്കായി, അവന് മാത്രമല്ല അവന്റെ കുടുംബത്തിനും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം,
എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഗോഡ് ബ്ലെസ് യു.